ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പത്ത് സംബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഒരു വീഡിയോ ആയിട്ട് കാണണ്ട. പാത്തോസിൻ്റെ വോയിസ് അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഞങ്ങൾ മുമ്പേ എടുത്തു വെച്ച വീഡിയോ ആണ്. നമുക്ക് ഉരുൾപൊട്ടൽ നടന്ന അന്ന് വൈകുന്നേരം ഞങ്ങൾ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ താഴെയും ചെറിയൊരു പുഴയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറലുണ്ട്. അപ്പോൾ അവരൊക്കെ വിശേഷം ഒന്നും അറിയാം, അവരൊക്കെ എന്താ ചെയ്യണമെന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ താഴേക്കൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോനെ കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇത് ഉരുൾപൊട്ടലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ മേപ്പാടിയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് പിന്നെ ഈ ഉരുൾപൊട്ടലുണ്ടായത്. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ന്യൂസിൽ. ഞാനിനി പുതിയതായിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു കസിനുണ്ട്, എൻ്റെ അമ്മായിൻ്റെ മോളും ഭർത്താവും 3 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരവിടെ ആ ഒരു ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇത് നടന്ന അപ്പം മുതൽ ഞങ്ങൾ അവളെ വിളിച്ച് നോക്കുന്നുണ്ട്, അവളെ കിട്ടണില്ല. അപ്പോൾ ഏതെങ്കിലും ക്യാമ്പിലുണ്ടാവും. ആരൊക്കെയോ പറഞ്ഞു അവരൊക്കെ മാറാൻ പറഞ്ഞിരുന്നു തലേന്ന് തന്നെ. അപ്പോൾ അവർ മാറിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഒരു സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ കുറേ കഴിയുന്തോറും പിന്നെ ഞങ്ങൾക്ക് ആ പ്രതീക്ഷയൊക്കെ ഇല്ലാണ്ടായി. കാരണം അവളെ വീടൊന്നും നിന്ന ഭാഗമൊന്നും ഇല്ല, അതൊന്നും കാണാനില്ല. പിന്നെ അപ്പോൾ പിന്നെ ആ ഒരു ഇതൊക്കെ കൂടി ഞങ്ങൾ ഈ സമയത്തൊന്നും, ഞങ്ങളിപ്പോൾ ഈ സ്ഥലം കാണാൻ പോയിരുന്ന ഈ സമയത്തൊന്നും ഞങ്ങൾക്ക് അവൾ പോവും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാരണം ഒരുപാട് ആൾ പോയിട്ടുണ്ട്, എന്തൊക്കെയോ അറിയാനുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ താഴെയുള്ളവരെ വിശേഷം അറിയണമല്ലോ. കാരണം ഞങ്ങളിവിടെ കുറച്ച് സേഫായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ താഴെയുള്ളവരോടൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്കൊക്കെ പോന്നോളട്ടോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ എനിക്ക് വേണ്ടപ്പെട്ട ഒരു 5 ആളും പോയി. പറയാതിരിക്കാൻ പറ്റില്ല, ആ ഒരവസ്ഥ ഭയങ്കരമാണ്. കാരണം ഇപ്പോഴും ഇന്നിപ്പോൾ ഞാൻ ഇടുന്നത് 1-ാം തീയതിയാണ്, ആഗസ്റ്റ് 1-ാം തീയതി രാവിലെയാണ് ഞാൻ ഈ വോയിസ് എടുക്കുന്നത്. ഇന്ന് വരെ ഞങ്ങൾക്ക് 3 ആളെ കിട്ടിയിട്ടുള്ളൂ. 2 ആൺകുട്ടികളെയും അവളെ ഭർത്താവിനെയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി അവളെയും മോളെയും കിട്ടാനാണ്. ഞങ്ങളെപ്പോലെ ഒരുപാട് ആളുകളാണ് വയനാട്ടിൽ നിങ്ങൾ വാർത്തയിൽ കാണുന്നതോ സ്റ്റാറ്റസ് വീഡിയോയിൽ കാണുന്നതോ ഒന്നുമല്ല. വയനാട്ടിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത അത്രയും സങ്കടങ്ങളാണ് ഞങ്ങൾക്ക് കൂടുതലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞു തരാമെന്ന് അറിയില്ല. ഓരോ കുടുംബത്തിലും അനുഭവിക്കുന്നത് എന്ന് പറയണത് ഭയങ്കര വലുതാണ്, നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ആൾ എന്നെ വിളിച്ചിട്ടും പിന്നെ എൻ്റെ ഫാമിലീനൊക്കെ വിളിച്ചിട്ട് നമ്മൾ പിന്നെ മേപ്പാടിയാണെന്ന് അറിയണോണ്ട് ഒരുപാട് ആൾ വിളിച്ചിട്ട് നമ്മളോട് വിശേഷം ചോദിക്കണം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ആരും പുറത്തുനിന്ന് ആരും മെസ്സേജൊന്നും അയക്കലില്ല. അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന ആളുകളൊക്കെ നിങ്ങൾ സേഫാണോ, നിങ്ങൾ മേപ്പാടിയാണോ, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾ മെസ്സേജ് അയച്ചപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ ഒന്നും അറിയില്ല. കാരണം നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നൊരു തോന്നലാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ആൾക്കാർ, ഞങ്ങളൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഞാനിപ്പോൾ കാണിക്കുന്ന വീഡിയോ ഞാൻ പറയണത് വേറെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങൾ സേഫാണ് ഇപ്പോൾ, അൽഹംദുലില്ലാ. പക്ഷേ ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരും ദുആ ചെയ്യുക ഞങ്ങൾക്ക് ബാക്കിയുള്ളവരെ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഏതായാലും പടച്ചവൻ അവരൊക്കെ കൊണ്ടുപോയി. പക്ഷേ ഞങ്ങൾക്ക് അവരൊക്കെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവരെ പള്ളിക്കാട്ടിൽ മറവ് ചെയ്യാമല്ലോ, ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും പോകുമ്പോൾ സലാം പറയാമല്ലോ അവരോട്. അപ്പോൾ ആ ഒരു ഇത് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം, എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ എല്ലാവരും കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ 3 ദിവസമായാലും കിട്ടിയാൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങളവിടെയുള്ള മേപ്പാടി പഞ്ചായത്ത് ഹോസ്പിറ്റലിലാണ് ഡെഡ് ബോഡികളൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ഒരു 5-6 ആളെങ്കിലും, കുറഞ്ഞത് ഒരു 5-6 ആളെങ്കിലും ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ മാറി മാറി എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കുറേ ബോഡികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതാണോ എന്ന് പോയിട്ട് നമുക്ക് മുഴുവൻ ശരീരങ്ങളുണ്ടാവില്ല, മുഖം കണ്ടാൽ തിരിച്ചറിയില്ല, അങ്ങനത്തെ രൂപങ്ങളാണ്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ പോയിട്ട് നമ്മളതാണോ എന്ന് ഉറപ്പിക്കണം. എന്തെങ്കിലും കയ്യിലുള്ള മോതിരങ്ങളോ കാത് കിടക്കണ കമ്മലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർ തരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മളതാണെന്ന് ഉറപ്പിക്കണം. പിന്നെ നമുക്ക് നമ്മളതാണെങ്കിൽ നമ്മൾ അടുത്തെത്തുമ്പോൾ ഒരു ചങ്കിടിപ്പ് കൂടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഇത് നോക്കിയിട്ടാണ് എല്ലാവരും അവനവൻ്റെ ആളുകളെ തിരിച്ചറിയണത്. അപ്പം ഇനി ബാക്കിയുള്ളവരെ കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളതാണ്. ഞങ്ങളെ സ്ഥലത്തിൻ്റെ പേരെന്നെ പുഴമൂല എന്നാണ്. അപ്പോൾ ഈ പുഴയിൽ നിന്ന് വെള്ളം കയറിയിട്ട് എല്ലാ പ്രാവശ്യവും ഇവിടെ വെള്ളം കയറലുണ്ട്. അപ്പോൾ ഇവരെ വിശേഷങ്ങളൊന്നും അറിയാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ സേഫ് ആണോ എന്നൊക്കെ അറിയാമല്ലോ. പിന്നെ നമ്മളെ വീട്ടിലേക്കൊക്കെ പോരിട്ടോ എന്നൊക്കെ പറയാനാണ്. അപ്പോൾ അവർ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് വീട്ടിൽ കയറിയ വെള്ളമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു. അവർക്കൊന്നും കുഴപ്പമില്ല, സേഫാണ് എന്ന് പറഞ്ഞു. പിന്നെ അവരൊക്കെ കൊണ്ടുപോകാൻ രാത്രി തന്നെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് പോവുകയാണ്. പിന്നെ പഞ്ചായത്ത് ഹോസ്പിറ്റലിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസവും 2-ാമത്തെ ദിവസം നിന്നത് പോലെയല്ല. ഇന്നലെയൊക്കെ പോയി നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ
നമുക്ക് ഭയങ്കര സ്മെല്ലാണ് അവിടെ. കാരണം നമ്മൾ മനുഷ്യജീവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അങ്ങനത്തെ സ്മെല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ലാണ്. അന്നേരം അവിടെ നിൽക്കാൻ വയ്യ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ നമുക്കൊന്നും തിന്നാനും കുടിക്കാനൊന്നും വേണ്ട. ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് തന്നെ നമ്മൾ അവിടെ കാത്തു നിൽക്കണവർക്ക് വേണ്ടിയിട്ടും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മെഡിസിനും ഡോക്ടേഴ്സും ഒക്കെ റെഡിയാണ്. അതിന് പ്രത്യേകം കൗണ്ടറുകളുണ്ട്. പിന്നെ ഡോക്ടേഴ്സ് പ്രത്യേകം കൗണ്ടർ വെക്കാൻ തന്നെ കാരണം നമ്മൾ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ നിൽക്കണ ഒരവസ്ഥ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണുമ്പോൾ തന്നെ. കാരണം കരഞ്ഞ് കരഞ്ഞ് തളർന്ന് ഓരോന്നും കാണുമ്പോൾ നമ്മളതല്ലാന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു അവസ്ഥ, അതുപോലെ തലറങ്ങി വീണ് ഈ ഒരു സ്മെല്ലൊക്കെ അടിച്ചിട്ട് ഛർദ്ദിക്കണ്, തലവേദന ഒക്കെ കൂടി അവിടെ നിൽക്കണവർക്ക് രോഗങ്ങളില്ലാത്ത ഒരാളും ഇല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാർ അവരൊക്കെ വന്നിട്ട് ചെക്ക് ചെയ്യും. ഞങ്ങളൊക്കെ എല്ലാവരും നോക്കലുണ്ട്. പിന്നെ ഈ അവസ്ഥയിലും നിങ്ങൾ വീഡിയോ ഇട്ടല്ലോ എന്നൊന്നും ആരും കുറ്റപ്പെടുത്തരുത്. കാരണം ഞങ്ങൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു കുന്നും പ്രദേശമാണ്. അതുപോലെ പുഴയുണ്ട്, മലകളും ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സേഫ് ആണോ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുണ്ട്. ഞങ്ങൾ കുടുംബത്തിലാണെങ്കിലും എല്ലാവരാണെങ്കിലും എന്നെ വിളിച്ചിട്ട് ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട് സേഫ് ആണോ എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഞങ്ങൾ നിൽക്കുന്ന ഏരിയയും ഒരു അപകട സാധ്യതയുള്ള ഏരിയയാണ്. പക്ഷേ ഞങ്ങൾക്കൊന്നും മാറാനും എവിടേക്കാണ് മാറുക എന്നുള്ളത് അറിയില്ല. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ ഞങ്ങൾ സേഫാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ, ആരും കുറ്റപ്പെടുത്തരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.